ഹായ് ഹലോ നമസ്കാരം. അപ്പം നമുക്കിന്നേ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് കിട്ടിയിരിക്കുന്നത്. ഫുള്ളി ഡെഡായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് ഇതിനെ ശരിയാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫ്യൂസാണ്. ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ കേസിൽ ഫ്യൂസ് പോയിട്ടുണ്ട്, ബസറൊന്നും കേൾക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറോടൊന്ന് ചെക്ക് ചെയ്യണം. ബ്രിഡ്ജ് റെക്ടിഫയർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ മെയിൻ ഘടകമായ IGBT നോക്കണം. IGBT ഇതിൽ നോക്കുമ്പോൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഈ IGBT ഷോർട്ട് ആയതുകൊണ്ടാണ് നമ്മുടെ ഫ്യൂസ് പോയത്. ചില കേസിൽ ഈ IGBT പോയെങ്കിൽ തന്നെ ഫ്യൂസ് പോകാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വീട്ടിലെ മെയിൻ ഫ്യൂസ് പോവുകയോ അല്ലെങ്കിൽ MCB ട്രിപ്പ് ആവുകയാണ് ചെയ്യാറ്. ബ്രിഡ്ജ് റെക്ടിഫയർ പോയാലും ഈ സെയിം കേസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ IGBTയുടെ ഈ കാണുന്ന ഡ്രൈവർ ട്രാൻസിസ്റ്ററുകൾ പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഇതിനോടൊപ്പം ഇത് മാറും. പിന്നെ ഹൈ വാല്യൂ റെസിസ്റ്ററുകളും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന്. പിന്നെ നോക്കേണ്ടത് ഇതിൻ്റെ സെനർ ഡയോഡുകൾ, സാധാരണ ഡയോഡുകൾ എല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ 8550 8050 ആണേ. അപ്പം ഇത് പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഇതിനോടൊപ്പം മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലെ ഹൈ വാല്യൂ റെസിസ്റ്ററിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വേറെ ഷോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. IGBT മാത്രമാണ് ഇതിൽ ഷോർട്ടായിരിക്കുന്നത്. സെനർ ഡയോഡ് എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഇതിലെ കമ്പോണൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പം വേറെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ IGBT ഇട്ടിട്ട് നമ്മളിത് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് വഴി മാത്രമേ ഇത് ഓൺ ചെയ്യാവൂ. വേറെ എവിടെയെങ്കിലും നമുക്ക് അറിയാതെ ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബൾബ് കത്തും. നമ്മളിട്ടിരിക്കുന്ന സ്പെയർ ഒന്നും പോകാതെ തന്നെ നമുക്കതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ IGBT റിമൂവ് ചെയ്തിട്ട് പുതിയ IGBT ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പോയ IGBT. ഇത് ഫുള്ളി ഷോർട്ടാണ്. 3 ലെഗുകളിലും നമുക്ക് ഷോർട്ട് ബസർ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 25 ആംപിയറിൻ്റെ IGBT ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. പുതിയത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് നമുക്കൊന്ന് ഇട്ടിട്ട് നോക്കാമേ. പുതിയ IGBT നമ്മൾ ഫിക്സ് ചെയ്യുമ്പം കമ്പൾസറി ആയിട്ട് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ടിരിക്കണം. IGBTയിൽ മാത്രമല്ല, അതിൻ്റെ സെൻസറിലും ഹീറ്റ് സിങ്കിൻ്റെ പുറകിലും എല്ലാം ഇട്ടിരിക്കണം. IGBTയുടെ ഡ്രൈവർ ട്രാൻസിസ്റ്ററോടെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനോടൊപ്പം മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.